നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റിയും അതുപോലെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സും ഉള്ള ഞണ്ട് രസം അല്ലെങ്കിൽ ക്രാബ് സൂപ്പ് എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം. അപ്പോൾ പ്രത്യേകിച്ച് തണുപ്പുള്ള സമയത്ത് അല്ലെങ്കിൽ മഴയുള്ള സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സൂപ്പിന്റെ റെസിപ്പി തന്നെയാണ്. നാടൻ രീതിയിൽ തന്നെയാണ് ഇത് തയ്യാറാക്കുന്നത്. ജലദോഷം അതുപോലെ ബോഡി പെയിൻ അതുപോലെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ വളരെ നല്ലത് തന്നെയാണ് ഞണ്ട് സൂപ്പ് കുടിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം നമുക്ക് ഞണ്ട് രസം അല്ലെങ്കിൽ ക്രാബ് സൂപ്പ് എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ഞണ്ട് എടുത്തിട്ടുണ്ട്. ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള വെയിറ്റാണ് 1/2 കിലോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് തന്നെ ഞണ്ട് ക്ലീൻ ചെയ്തെടുക്കുന്ന വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാണുന്നുള്ളവർക്ക് കണ്ടു നോക്കാം. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോൾ കട്ട് ചെയ്തെടുക്കണതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞണ്ട് ക്ലീൻ ചെയ്യുന്ന വീഡിയോയിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞണ്ടിൻ്റെ വലിയ കാലുകളും അതുപോലെ ചെറിയ കാലുകളൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുക. അതുപോലെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഞണ്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ശേഷം നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം മാത്രം കട്ട് ചെയ്തതിന് ശേഷം ഒരുപാട് പ്രാവശ്യം കഴുകിയെടുത്തു കഴിഞ്ഞാൽ ഞണ്ടിൻ്റെ ഫ്ലേവേഴ്സൊക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതിലൊരു ഓറഞ്ച് കളർ കാണുന്നില്ലേ, അത് ഞണ്ടിൻ്റെ എഗ്ഗാണ്. അത് കളയാതിരിക്കുക. അതും കൂടി ചേർത്താലായിരിക്കും ഫ്ലേവേഴ്സും ടേസ്റ്റൊക്കെ കൂടുതൽ നന്നായിട്ട് തന്നെ വരിക. ഇതുപോലെ വലിയ കാലുകളൊക്കെ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുകയാണ്. അതിനുശേഷം ഈ വലിയ കാലുകൾ ഞാൻ ഇതുപോലെ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് കത്തിയുടെ ബാക്ക് സൈഡ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ക്രാക്ക് ചെയ്തെടുക്കണം. എന്തിനാന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഫ്ലേവേഴ്സൊക്കെ നമ്മൾ രസം തയ്യാറാക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് പുറത്തോട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഫ്ലേവേഴ്സൊക്കെ കുറവായിരിക്കും. ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കാം കേട്ടോ. കണ്ടില്ലേ? ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാം. ഈ ഒരു ഞണ്ട് രസം ഞാൻ കണ്ടിരിക്കുന്നത് തമിഴ്നാട്ടിലാണ്. ഞങ്ങൾ ചെന്നൈയിൽ താമസിച്ചിരുന്ന സമയത്ത് അവിടെ പലരും ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞ് തയ്യാറാക്കിക്കൊണ്ടിരുന്ന ഒരു ഐറ്റം തന്നെയായിരുന്നു ഇതെന്ന് പറയുന്നത്. അപ്പോൾ ചെറിയ ഞണ്ട് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ചെയ്യാവുന്നത് തന്നെയുള്ളൂ. ഏത് വെറൈറ്റി ഞണ്ട് വേണമെങ്കിലും ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. പിന്നെ ഞണ്ട് എന്ന് പറയുന്നത് ചൂടാണ്. അതാണ് തണുപ്പുള്ള സമയത്ത് അല്ലെങ്കിൽ മഴക്കാലത്തൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്നത് ഈ ഒരു ഐറ്റം. ഇനി ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിനുശേഷം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് സമയം ഇതുപോലെ നമുക്കിത് മാറ്റി വയ്ക്കാം. നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് ഉപ്പൊക്കെ ഒന്ന് പിടിച്ച് വരും. പിന്നെ ഞണ്ടെന്ന് പറയുമ്പോൾ ഷെല്ലുള്ള കാരണം നമ്മളിപ്പോൾ ചിക്കനൊക്കെ തയ്യാറാക്കുന്നത് പോലെ ഒരുപാട് മസാലയൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞണ്ടായതുകൊണ്ട് തന്നെ ഇതിൽ മസാല അല്ലെങ്കിൽ ഉപ്പൊക്കെ വളരെ പെട്ടെന്ന് തന്നെ കൂടിപ്പോകും. അപ്പോൾ ശ്രദ്ധിച്ച് തന്നെ ചേർക്കാം. ആവശ്യത്തിന് ആദ്യം കുറച്ച് ചേർക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നത് തന്നെയുള്ളൂ. ഇത് ഇവിടെ ഇരിക്കട്ടെ. ഈ ഒരു സമയം കൊണ്ട് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ഒരു മസാല പൗഡർ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുഴുവനോട് കൂടിയ കുരുമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ മുതൽ ഒരു 2.5 ടേബിൾ സ്പൂണൊക്കെ വരെ നിങ്ങൾക്ക് ഇതിലേക്ക് ഉപയോഗിക്കാം കേട്ടോ. നിങ്ങളുടെ എരിവിനനുസരിച്ച് തന്നെ. ഞാനിപ്പോൾ 1.5 ടേബിൾ സ്പൂണാണ് ഇതിലേക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പെരിഞ്ജീരകം അല്ലെങ്കിൽ ഫെനൽ സീഡ്സ് ആണ്. ഇത് ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ വരെയാണ് എടുത്തിരിക്കുന്നത്. ഒരു 1/4 ടേബിൾ സ്പൂൺ മുതൽ ഒരു 1/2 ടേബിൾ സ്പൂണൊക്കെ വരെ ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ തന്നെ ഇത് കൊടുക്കും. ഇനി ഇത് രണ്ടും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അതായത് ചെറിയ തരികളോട് കൂടിയിട്ടാണ് ഇത് പൊടിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല ജീരകം അല്ലെങ്കിൽ ക്യുമിൻ സീഡ്സ്, സാധാരണ ജീരകം ഉണ്ടല്ലോ, അത് വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ. ഞാനിപ്പോൾ ചേർത്തിട്ടില്ല. പിന്നെ ഇതിലേക്ക് ഒരു 1/2 കപ്പോളം അളവിൽ ചെറിയുള്ളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയുള്ളി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സെപ്പറേറ്റ് ചതച്ചിട്ട് വേണമെന്നുണ്ടെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണമെന്നുള്ളൂ കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയുടെ അളവൊന്നും കൂടിപ്പോണ്ട. പിന്നെ ഒരു 1/4 കപ്പോളം അളവിൽ അല്ലെങ്കിൽ ഒരു 10-15 അല്ലി വെളുത്തുള്ളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ചെറുതായിട്ടൊന്നും അരഞ്ഞു വന്നാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രഷ് ചെയ്തെടുത്താലും കുഴപ്പമില്ല. പിന്നെ ഇതുപോലെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളി അല്ലെങ്കിൽ കോൽപ്പുളി വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെക്കുക. ഇനി നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഞാനിവിടെ ഒരു മൺചട്ടിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലെണ്ണ ഉപയോഗിക്കാം ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട്, അതായത് എള്ളെണ്ണ. ഇനി എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച് ആ ഒരു മിക്സ് ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരണം. അത്രേ തന്നെ മതി കേട്ടോ. ഒരുപാട് സമയം ഇട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇതൊക്കെ ഒരുവിധം അരഞ്ഞ് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് റെഡി ആയിട്ട് വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. കറിവേപ്പില നല്ലൊരു നാടൻ ഫ്ലേവർ തന്നെ ഇതിന് കൊടുക്കണ്ട. ഇതിൽ എരിവിന് വേണ്ടിയിട്ട് നമ്മൾ കുരുമുളക് മാത്രം തന്നെയാണ് ചേർത്ത് കൊടുക്കണുള്ളൂ. അപ്പോൾ അത് ഏത് സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നത് തന്നെയുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് 2 നല്ല പഴുത്ത തക്കാളി, അതായത് ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് മിക്സിയിലിട്ട് ഒന്ന് അരച്ചതിന് ശേഷം അത് ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലിട്ടിട്ട് വഴറ്റിയെടുത്താലും മതി. ഇതുപോലെ ആകുമ്പോൾ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഒരുപാട് സമയമൊന്നും
സമയമൊന്നും എടുക്കില്ല, അല്ലെങ്കിൽ കുറച്ച് സമയം എടുക്കും വഴന്ന് വരാനൊക്കെ വേണ്ടിയിട്ട്. ഇതുപോലെ ഒന്ന് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കുക. ഈ തക്കാളിയുടെ പച്ചമണം ഒന്ന് മാറി വന്നോട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ 250 ml കപ്പിൽ 4 കപ്പ് വെള്ളമാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇത് നന്നായിട്ട് തിളച്ച് ഒന്ന് വറ്റിയൊക്കെ വരും. അപ്പോഴായിരിക്കും ഈ രസത്തിൽ ഞണ്ടിൻ്റെ ഫ്ലേവേഴ്സൊക്കെ കറക്റ്റായിട്ട് തന്നെ വരിക. അപ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റി ആയിട്ട് തന്നെ ഈ ഒരു രസം മാറുക. ഇപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച ആ കോൽപ്പുളി അല്ലെങ്കിൽ വാളംപുളിയുടെ ആ ഒരു വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഞണ്ട് രസം അല്ലെങ്കിൽ ഇതുപോലെ സീ ഫുഡ് രസങ്ങൾ, സൂപ്പുകളൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് അതിൽ പുളി അത്യാവശ്യത്തിന് ഉണ്ടാകുമ്പോൾ തന്നെയായിരിക്കും ടേസ്റ്റി ആയിട്ട് മാറുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ആദ്യം കുറച്ച് ചേർക്കുക, കാരണം നമ്മൾ ഞണ്ട് മാരിനേറ്റ് ചെയ്ത് എടുത്ത സമയത്തും ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് അടച്ച് വയ്ക്കാൻ നമുക്ക്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ കണ്ടില്ലേ, ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഞണ്ട് ചേർത്ത് കൊടുക്കാം. മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ ഞണ്ട് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഞണ്ടിൻ്റെ ഫ്ലേവേഴ്സൊക്കെ കറക്റ്റായിട്ട് ഇതിലേക്ക് ഇറങ്ങി വരണം. എന്നിട്ട് കുറച്ച് ഇതൊന്ന് വറ്റി വരണം. അപ്പോഴായിരിക്കും കറക്റ്റായിട്ട് റെഡി ആയിട്ട് വരിക. പിന്നെ ഞണ്ട് കുക്കായിട്ട് വരാൻ ഒരുപാട് സമയമൊന്നും എടുക്കില്ല. മാക്സിമം ഒരു 10 മിനിറ്റൊക്കെ തന്നെ വേണ്ടി വരുള്ളൂ. 8 മിനിറ്റ് മുതൽ ഒരു 10 മിനിറ്റ് വരെ ഒക്കെ കൊണ്ട് നമുക്ക് ഞണ്ട് കറക്റ്റായിട്ട് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇനി കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കറക്റ്റായിട്ട് കുക്കായിട്ട് വന്നോളും. പിന്നെ നമ്മൾ ആദ്യം തന്നെ കുരുമുളക് പൊടിച്ചെടുത്തില്ലേ, ആ ഒരു സമയത്ത് ചിലർ ഇതിലേക്ക് തിപ്പല്ലി, ശതകുപ്പ അതുപോലെയുള്ള ഐറ്റംസ് ഒക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. നിങ്ങൾക്കത് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. പക്ഷേ അത് ചേർത്ത് കൊടുക്കുമ്പോൾ ടേസ്റ്റിൽ കുറച്ച് വ്യത്യാസം വരും. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കണില്ല എന്ന് മാത്രം ഉണ്ടാവും. ഇതുപോലെയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരണം. ആ ഒരു രീതിയിൽ തന്നെ കുക്ക് ചെയ്തെടുക്കണം. ഇതുപോലുള്ള ഞണ്ട് രസം അല്ലെങ്കിൽ ഞണ്ട് സൂപ്പൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മൺചട്ടി അല്ലെങ്കിൽ മൺപാത്രമൊക്കെ ആയിരിക്കും കൂടുതൽ നന്നായിട്ട് വരിക. പിന്നെ ഞണ്ടൊന്നും നമ്മൾ സാധാരണ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ കുക്ക് ചെയ്തെടുക്കാറില്ല. കാരണം അതിൻ്റെ ആ ഒരു ഷെല്ലൊക്കെ കൊണ്ട് നോൺ സ്റ്റിക്ക് പാൻ പെട്ടെന്ന് കേടായിട്ട് പോകാനൊക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഞാനിപ്പോൾ കുറച്ചും കൂടിയും കുരുമുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂണോളം അളവിൽ. നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഏത് സമയത്ത് വേണമെന്നുണ്ടെങ്കിലും കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നുള്ളൂ. പിന്നെ ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് മല്ലിയില മുറിച്ചത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും നല്ലൊരു ഫ്ലേവർ തന്നെ കൊടുക്കും. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഫ്ലേവേഴ്സൊക്കെ കറക്റ്റായിട്ട് ഇതിലേക്ക് വരണം. അപ്പോൾ ഈ മല്ലിയിലയും കറിവേപ്പിലേക്ക് അവസാനം തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇതൊന്ന് റെഡി ആയതിനു ശേഷം തന്നെയാണ് ചേർത്ത് കൊടുക്കണുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ കിച്ചൺ ടിപ്പ് എന്താണെന്ന് നോക്കിയാലോ. നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ആവശ്യമായിട്ട് വരാറുണ്ട്. അപ്പോൾ ബട്ടർ പെട്ടെന്ന് റൂം ടെമ്പറേച്ചറിൽ വരണമെന്നുണ്ടെങ്കിൽ, അതായത് നമ്മളിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വയ്ക്കാൻ മറന്നുപോയി അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ബട്ടർ റൂം ടെമ്പറേച്ചറിൽ ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ഉള്ളൊരു കിച്ചൺ ടിപ്പാണ് ഇന്ന് ഷെയർ ചെയ്യണത്. പെട്ടെന്ന് ബട്ടർ റൂം ടെമ്പറേച്ചറിൽ ആക്കണം എന്നുണ്ടെങ്കിൽ ബട്ടർ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ സോഫ്റ്റിനായിട്ട് റൂം ടെമ്പറേച്ചറിലായിട്ട് തന്നെ ബട്ടർ മാറും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ കിച്ചൺ ടിപ്പ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതിൽ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞണ്ട് കുക്കായിട്ട് വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. കണ്ടില്ലേ, ഞണ്ടിൻ്റെ കാലിൻ്റെ ആ ഒരു ഭാഗം ഇതുപോലൊരു റെഡിഷ് കളറായിട്ട് മാറും. അപ്പോൾ ഞണ്ട് കറക്റ്റായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ടെന്നാണ് ഇതിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് കുക്കായിട്ട് നന്നായിട്ട് തിളച്ചൊന്ന് കുറുകി തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പുളിക്ക് വേണ്ടിയിട്ട് കുറച്ച് നാരങ്ങ നീരാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഒരു രസം അല്ലെങ്കിൽ ഞണ്ട് സൂപ്പ് കൂടുതൽ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ മാറും. അവസാനം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം നാരങ്ങ നീര് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിനു മുമ്പ് ഞണ്ട് ഉപയോഗിച്ചിട്ടുള്ള പല റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. ഞണ്ട് വറുത്തരച്ച കറി, ഞണ്ട് റോസ്റ്റ്, ഞണ്ട് കറി, അതുപോലെ ഞണ്ട് ക്ലീൻ ചെയ്യുന്ന വീഡിയോ, അങ്ങനെ. അപ്പോൾ കാണുന്നുള്ളവർക്ക് കണ്ടു നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീസൊക്കെ തന്നെയാണ് അതെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഞണ്ട് രസം അല്ലെങ്കിൽ ഞണ്ട് സൂപ്പ് നല്ല അടിപൊളിയായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തണുപ്പുള്ള സമയത്ത് അല്ലെങ്കിൽ മഴയുള്ള സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സൂപ്പിൻ്റെ റെസിപ്പി തന്നെയാണ് ഇത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെ ഒഴിച്ച് വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാം. നല്ല ടേസ്റ്റി തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഞണ്ട് സൂപ്പ് ഈ ഒരു രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു അടിപൊളി സൂപ്പിൻ്റെ റെസിപ്പി തന്നെയാണ് ഇതെന്ന് പറയുന്നത്. അതുപോലെ ഈ ഒരു സൂപ്പ് നിങ്ങൾക്ക് കൂടുതൽ സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി അതിനനുസരിച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാവുന്നതുള്ളൂ കേട്ടോ. അതുപോലെ ഉപ്പൊക്കെ ആവശ്യത്തിന് തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോഴായിരിക്കും കൂടുതൽ നന്നായിട്ട് വരിക. അപ്പോൾ നിങ്ങൾ ഞണ്ട് സൂപ്പ് അല്ലെങ്കിൽ ഞണ്ട് രസം തയ്യാറാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.